കൃഷിഭൂമിക്കൊരു ചരമഗീതമെന്ന് ദീപിക മുഖപ്രസംഗം എഴുതിയിട്ട് 2 ആഴ്ച പോലും തികഞ്ഞില്ല. മഹാരാഷ്ട്രയിലെ കർഷക ആത്മഹത്യകളും അനുബന്ധ വിഷയങ്ങളുമായിരുന്നു അതിൽ ഹൃദയവേദനയോടെയും ആത്മരോഷത്തോടെയും സമൂഹ മനസാക്ഷിക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഇപ്പോഴിതാ കർഷകരുടെ നടുവൊടിക്കുന്ന മറ്റൊരു വിഷയത്തെക്കുറിച്ച് എഴുതാൻ നിർബന്ധിതമായിരിക്കുന്നു. രാസവളങ്ങളുടെ വിലവർധനയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. 50 രൂപ മുതൽ 250 രൂപ വരെയാണ് ഈ വർഷം രാസവളങ്ങൾക്ക് വില കൂടിയത്. ചെറിയ കർഷകർ മുതൽ വൻകിട കർഷകർക്ക് വരെ വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. വിലവർധനയ്ക്കൊപ്പം കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കൂടി ആയപ്പോൾ വളം കിട്ടാനുമില്ലാതായി. സർക്കാർ സംവിധാനങ്ങൾ കരിഞ്ചന്തക്കാർക്കൊപ്പമാണെന്ന ആരോപണം വ്യാപകമായി. ഹരിയാനയിൽ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്ന DAP പൂഴ്ത്തിവെച്ച ഗോഡൌൺ കർഷകർ റെയ്ഡ് ചെയ്തു. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്, തെലങ്കാന, കർണാടക എന്നീ സംസ്ഥാനങ്ങൾക്കൊപ്പം കേരളത്തിലും പ്രതിഷേധത്തിന്റെ അലയടികൾ ഉയർന്നു കഴിഞ്ഞു. ഇന്ത്യയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ലോകമെമ്പാടുമുള്ള ഭക്ഷണമേശകളിൽ എത്തുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കേൾക്കാൻ ഇമ്പമുള്ള ഈ വാക്കുകൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതാണ്. അദ്ദേഹത്തിന്റെ സർക്കാർ കർഷകരോട് ചെയ്യുന്നതോ? 2 വർഷത്തിനിടെ വളം സബ്സിഡിയിൽ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചത് 84,000 കോടി രൂപയാണെന്നാണ് കണക്ക്. 2023-24 സബ്സിഡിക്ക് 2.51 ലക്ഷം കോടി രൂപ ചെലവഴിച്ച സ്ഥാനത്ത് 2025-26 ബജറ്റിൽ നീക്കിവെച്ചത് 1.67 ലക്ഷം കോടി രൂപ മാത്രം. രാജ്യാന്തര വിപണിയിൽ രാസവളത്തിനും രാസവള ഘടകങ്ങൾക്കും വില കുതിച്ചുയരുമ്പോഴാണിതെന്ന് ഓർക്കണം. റഷ്യ-യുക്രൈൻ യുദ്ധം, പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ, DAP കയറ്റുമതി ചൈന റദ്ദാക്കിയത് തുടങ്ങി രാജ്യാന്തര വിപണിയിലെ വിലക്കയറ്റത്തിന് കാരണങ്ങൾ പലതാണ്. ഇവയെല്ലാം മറികടക്കാൻ കർഷകർക്കുണ്ടാകുന്ന ഏക ആശ്വാസമായിരുന്നു സബ്സിഡി. യൂറിയ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വളമാണ് DAP. നേരിട്ട് ഉപയോഗിക്കാവുന്ന ഈ വളത്തിന്റെ കയറ്റുമതിയിലും ആഗോള വിതരണത്തിലും ചൈന വൻതോതിൽ കുറവ് വരുത്തിയതോടെ ഖാരിഫ് സീസൺ ഇന്ത്യയിലെ കർഷകർക്ക് ദുസ്വപ്നമാവുകയാണ്. പഞ്ചാബ് അടക്കമുള്ള കർഷക സംസ്ഥാനങ്ങളിൽ പൊതുവിപണിയിൽ DAP കിട്ടാനില്ലാത്ത സ്ഥിതിയാണ്. പുലർച്ചെ മുതൽ കർഷകർ വളത്തിനായി വരി നിൽക്കുമ്പോൾ തൊട്ടടുത്ത ഗോഡൌണുകൾ DAP പൂഴ്ത്തിവെച്ചതാണ് കർഷകരെ രോഷാകുലരാക്കിയത്. കഴിഞ്ഞ ഖാരിഫ് റാബി സീസണുകൾക്കായി കേന്ദ്ര സർക്കാർ 4.91 ലക്ഷം ടൺ DAP ആണ് നൽകിയത്. ആവശ്യമുണ്ടായിരുന്നത് 5.85 ലക്ഷം ടണ്ണും. മുൻവർഷത്തെ സ്റ്റോക്ക് ഉപയോഗിച്ചാണ് വലിയ പ്രതിസന്ധി മറികടന്നത്. സൗദി അറേബ്യ, റഷ്യ, മൊറോക്കോ, ജോർദാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് DAP ക്ഷാമം പരിഹരിക്കാൻ ശ്രമമുണ്ടെങ്കിലും ഇതൊന്നും ആവശ്യത്തിന് തികയുന്നില്ല. റാബി സീസണിന് മുൻപ് പ്രശ്നം പരിഹരിക്കുമെന്ന് കേന്ദ്ര രാസവള മന്ത്രാലയം പറയുമ്പോഴും എങ്ങനെയെന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കൃഷിമന്ത്രി P. പ്രസാദും കർണാടക കൃഷിമന്ത്രി N. ചെലുവരായസ്വാമിയും കേന്ദ്ര രാസവളം മന്ത്രി JP നഡ്ഡയ്ക്ക് കത്തെഴുതിയെങ്കിലും കാര്യമായ ഫലമൊന്നും ഉണ്ടായില്ല. വിലവർധന മൂലം കേരളത്തിലെ നെല്ലിന്റെ ഉൽപാദന ചെലവ് 1 ഏക്കറിന് 40,000 രൂപയിലധികമായി. നേരത്തെ 28,000 രൂപയായിരുന്നു ചെലവ്. വില കൂടിയതോടെ ഫോസ്ഫേറ്റ് വളങ്ങളുടെയും പൊട്ടാഷ് വളങ്ങളുടെയും ഉപയോഗം കുറഞ്ഞു. ഇത് വിളവ് കുറയാനും വരുമാന നഷ്ടത്തിനും ഇടയാക്കുകയും ചെയ്തു. സബ്സിഡി കുറഞ്ഞതോടെ കേരളത്തിൽ 1 ചാക്ക് പൊട്ടാഷിന് 250 രൂപയാണ് വർദ്ധിച്ചത്. 50 കിലോയ്ക്ക് 1,550 രൂപയായിരുന്നത് 1,800 രൂപയായി. ഫാക്ടം ഫോസിനാകട്ടെ 1,325 രൂപയിൽ നിന്ന് 1,425 രൂപയിലെത്തി. പല അത്യാവശ്യ വളങ്ങളും വേണ്ടത്ര കിട്ടാനുമില്ല. രാസവളം വിലവർധനയ്ക്ക് അനുബന്ധമായി കോഴിവളത്തിനും ചാണകപ്പൊടിക്കും ആട്ടിൻകാഷ്ടത്തിനും ഒക്കെ വിലയേറിയതോടെ കർഷകർ പ്രതിസന്ധിയിലാണ്. വന്യമൃഗശല്യം, വിലയിടിവ് തുടങ്ങിയ പതിവ് വൈതരണികൾ വേറെയും. രാജ്യത്തെ കർഷകരുടെ ദുരിതത്തെക്കുറിച്ച് എഴുതുന്നതെല്ലാം കൃത്യമായ ഇടവേളകളിൽ ആവർത്തിക്കേണ്ടി വരുന്നു എന്നതാണ് ദുഃഖവും രോഷവും ഇരട്ടിപ്പിക്കുന്ന വസ്തുത. കർഷകർക്കും തൊഴിലാളികൾക്കും മറ്റ് സാധാരണ ജനവിഭാഗങ്ങൾക്കും വാഗ്ദാനങ്ങളും വാഴ്ത്തുപാട്ടുകളും, രാജ്യത്തിന്റെ സമ്പത്തും അധികാരവും നിയന്ത്രിക്കുന്ന കോർപ്പറേറ്റ് ഭീമന്മാർക്ക് വഴിവിട്ട സഹായങ്ങളും അകമഴിഞ്ഞ പിന്തുണയും. ഇതായിരിക്കുന്നു ഇന്നത്തെ അവസ്ഥ. നശിക്കുന്ന ഓരോ കൃഷിയിടത്തിലും ഭരണാധികാരികളുടെ പേര് വെച്ചെഴുതിയ കുറ്റപത്രമായി ഒരു ആത്മഹത്യാ കുറിപ്പുണ്ട് എന്ന് മുൻപൊരു മുഖപ്രസംഗത്തിൽ എഴുതിയിരുന്നു. എന്നും എപ്പോഴും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ആയിരിക്കില്ല എന്ന ചരിത്ര സത്യവും ജനങ്ങളാൽ വിചാരണ ചെയ്യപ്പെടുന്ന കാലം അതിവിദൂരമല്ലെന്ന കർഷക ശാപവും ഭരണാധികാരികൾ ഓർക്കുന്നത് നന്ന്.